ചെയ്തു. കാലം കടന്നുപോയി. ആ പുണ്യഭൂമി ഇടതൂർന്ന വനത്താൽ മൂടപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറിച്യർ എന്ന ഗിരിവർഗക്കാർ ആ വനത്തിൽ വേട്ടയാടുകയായിരുന്നു. ഒരു ദിവസം ഒരു കുറിച്യൻ തന്റെ അമ്പ് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്ന് ആ കല്ലിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ഞെട്ടിപ്പോയ കുറിച്യർ ഉടൻ ഈ അത്ഭുതം സമീപത്തെ പടിഞ്ഞിറ്റ നമ്പൂതിരിയോട് അറിയിച്ചു. താന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുള്ള ആ നമ്പൂതിരിക്ക് ദിവ്യദർശനമുണ്ടായി. ആ സ്ഥലത്ത് ഒരു സ്വയംഭൂ ലിംഗം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മണത്തണ ഗ്രാമത്തിലെ 4 പ്രമുഖ നായർ കുടുംബങ്ങളെ വിളിച്ചു വരുത്തി. അവരെല്ലാം ചേർന്ന് ആ സ്ഥലത്തെത്തി. അവിടെ അവർ രക്തമൊഴുകുന്ന കല്ല് കണ്ടെത്തി. വെള്ളം, നെയ്യ്, പാൽ ഇതൊന്നുകൊണ്ടു കഴുകിയിട്ടും രക്തപ്രവാഹം നിന്നില്ല. അവസാനം ഇളനീർ കൊണ്ട് കഴുകിയപ്പോൾ മാത്രമാണ് രക്തം നിന്നത്. ജ്യോതിഷിയുമായി കൂടി ആലോചിച്ചപ്പോൾ സത്യം വെളിപ്പെട്ടു.